കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വാർത്ത അല്ലെങ്കിൽ മലയാളികളുടെ ആ ഒരു ഒത്തൊരുമ വാർത്ത കേരളം ഒറ്റക്കെട്ടായി നിന്ന അല്ലേ ഒരു ആഗ്രഹ സാഫല്യം അല്ലെങ്കിൽ ഒരു വലിയൊരു ലക്ഷ്യം കണ്ടു എന്ന് തന്നെ വേണം പറയാൻ. അബ്ദുറഹിമീന്റെ മോചനത്തിനായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ് ഇനി നടപടികൾ, അതായത് നിയമ നിയമ നടപടികളൊക്കെയാണ് നടപടികളിലേക്ക് ബാക്കിയുള്ളൂ. സൗദി കോടതിയിൽ ഒരു അവധിയാണ്. വലിയൊരു കാത്തിരിപ്പാണ് റഹീമിന് വേണ്ടി കേരളം ഒട്ടാകെ എന്നുള്ളതാണ്. ഓക്കെ. വി എസ് രഞ്ജിത്ത്, എന്തായാലും ആ ഒരു മോചനം നമുക്കറിയാം, മലയാളികളുടെ ആ ഒരു ഒത്തൊരുമ കണ്ട ഒരു ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായത്. ആ ഒരു 34 കോടി ഒന്നുമല്ല എന്ന് നമുക്ക് മുന്നിൽ, ഈ ഒരു ഒത്തൊരുമയ്ക്ക് മുന്നിൽ എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ, മലയാളികൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞത്. ഇനിയുള്ളത് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാം. കൈമാറുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അടിയന്തരമായി തന്നെ തുക കൈമാറുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എപ്പോഴാവും ഈ തുക കൈമാറുക? മോചന ശ്രമങ്ങൾ എത്ര സമയം എടുക്കും ഇനി? ശ്രുതി, ആര്യ, ഈ കോടികളുടെ വലിപ്പം മലയാളികളുടെ കൂട്ടായ്മയ്ക്ക് മുന്നിൽ ചെറുതായിപ്പോയ ദിവസങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ അത് കൈമാറി ഇവരുടെ മോചനം എന്നേക്ക് എന്നുള്ളതിൻ്റെ ഒരു കാത്തിരിപ്പാണ്. അതിന് കുറച്ച് നടപടിക്രമങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് കോടതി അവധിയാണ്. സൗദിയിൽ ഈദ് അവധി കഴിഞ്ഞ് ഈ വ്യാഴാഴ്ചയാണ് കോടതി തുറക്കാൻ പോകുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ഞായറാഴ്ചയോടുകൂടി കോടതി ഇത് പരിഗണിച്ചാൽ തന്നെ കോടതി ആദ്യം ചെയ്യുക ഈ അബ്ദുറഹീമിനെയും അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട യുവാവിൻ്റെ കുടുംബത്തെയും കോടതി സമക്ഷം വിളിച്ചു വരുത്തും. കോടതിക്ക് മുമ്പാകെ ഈ അബ്ദുറഹീമിൻ്റെ അഭിഭാഷകൻ ഒരു കത്ത് കൈമാറും. ആ കത്തെന്ന് പറയുന്നത് യുവാവിൻ്റെ കുടുംബം നൽകിയ കത്താണ്. അതായത് ഏപ്രിൽ 16 മുമ്പ് 34 കോടി രൂപ, 15 മില്യൺ റിയാൽ കൈമാറിയാൽ മോചനം നൽകാം എന്ന് പറയുന്ന കത്ത് യുവാവിൻ്റെ കുടുംബം നൽകിയിരുന്നു. ആ കത്ത് കോടതിയിൽ സമർപ്പിക്കും. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും യുവാവിൻ്റെ കുടുംബത്തെയും അബ്ദുറഹീമിനെയും കോടതി വിളിച്ചു വരുത്തുക. അതിനുശേഷം രണ്ടുപേരോടും ഈ മോചനത്തിൻ്റെ വ്യവസ്ഥകൾ സംബന്ധിച്ച് സംസാരിക്കും. അതിനുശേഷം കോടതി മുഖാന്തരമായിരിക്കും ഇന്ത്യൻ എംബസി ഈ 34 കോടി രൂപ ഈ യുവാവിൻ്റെ കുടുംബത്തിന് കൊടുക്കുക. ഇതിപ്പോൾ ഇന്ത്യൻ എംബസിക്ക് ഈ തുക കൈമാറിയിട്ടില്ല. കാരണം ഇന്ന് കോടതി അവധിയാണ്. ഇന്ന് ബാങ്ക് അവധിയാണ്. ഇന്നലെയും ബാങ്ക് അവധിയായിരുന്നു. ഇനി നാളെ ബാങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനകീയ കൂട്ടായ്മ, അതായത് അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ജനകീയ കൂട്ടായ്മ ബാങ്കിലെത്തി ഈ തുക ഈ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറും. വിദേശകാര്യ മന്ത്രാലയം ഇത് എംബസിക്ക് കൈമാറും. എംബസി ആയിരിക്കും ഇത് കോടതി മുഖാന്തരം ആ യുവാവിൻ്റെ കുടുംബത്തിന് കൊടുക്കുക. സാധാരണഗതിയിൽ ഇത്തരം നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ 1 മാസം സമയമെടുക്കും. ഇനിയിപ്പോൾ ഈ അഭിഭാഷകൻ മുഖാന്തരം, എംബസി മുഖാന്തരം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് ജനകീയ കൂട്ടായ്മ. കാരണം ഈ 34 കോടി സമാഹരിച്ചതിന് ശേഷം മലയാളികൾ ആകെ കാത്തിരിക്കുന്ന അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയാണ്.